ഫീൽ ചെയ്യ മാൻ ഫോട്ടോഗ്രാഫിന്. ഡാഡിയെ പോലെ ഹാൻസം ആണ് പക. ഹേ രാമ കം മാൻ. എടാ കവില, ആശാന്റെ അരുമ ശിഷ്യ. ദൂരെ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ. എല്ലാ നാട്ടിൽ നിന്ന് വരും. അതിനിപ്പോ നിനക്ക് എന്താ? നിനക്കിപ്പോ എന്താ? കാറ്റിപ്പോ നിന്റെ സൈഡല്ലേ, നിനക്ക് എന്ത് വേണമെങ്കിലും ആകാം. പക്ഷെ മത്സരം വേമ്പുലിയോടാ, അതോർത്തോ. നിങ്ങൾ വേമ്പുലിയോട് പോയി പറ ഏറ്റുമുട്ടാൻ പോകുന്നത് കപിലിനോടാണെന്ന്. എന്താ ചെറുക്ക, ഒരു കളി ജയിച്ചെന്നും പറഞ്ഞ് ഇത്രയ്ക്ക് അഹങ്കാരം വേണോ? എന്താ രാമ, ഞാനടിച്ച് ഇടിയുടെ കണക്ക് അമ്മാനോട് പറഞ്ഞില്ല. എന്താ മോനെ ഇപ്പോഴും വേദന ഉണ്ടോ? മുറിവേണ ചൂടാക്കിയിട്ട് ശരിക്കും ദേഹത്തങ്ങോട്ട് തേക്ക് മാൻ. വേദന പോകും. വേണമെങ്കിൽ ഞാൻ എണ്ണ തേച്ച് വിടട്ടോ. എന്താ ഡാഡി, കളിയാക്കാണോ? യാ മാൻ. ഞങ്ങൾ ആരാണെന്ന് എന്താണെന്ന് ഈ പയ്യനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ലേ നീ? അതെ, ആളെന്താരോ അറിയാതാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നീയൊന്നും എനിക്കൊരു പുല്ലും അല്ലടാ. എന്റെ അമ്മയൊന്നും സമ്മതിക്കാത്തതുകൊണ്ടാ നിന്നെ ഞാൻ വെറുതെ വിടുന്നത്. ഇവിടുന്ന് പോകാൻ നോക്കടാ പീറച്ചക്ക. ഒന്ന് പോകാനോ? നീ ഇവിടെ ഇതുകൊണ്ടാ ഞാൻ ഇവിടെ വരില്ലെന്ന് പറഞ്ഞത്. കണ്ടോമാര് സംസാരിച്ചതിന് നാണം കെടുത്തിയത് കണ്ടോ? അവൻ പോട്ടെ. അവനും അവന്റെ ഒരു കോലവും. സാധിച്ചിട്ട് ചെറിയ കല്ല് വെച്ച് തുടച്ചാലേ കൈ മുഴുവൻ നാറില്ല മാൻ. എടോ വിളിക്കടോ, വേഗം വരാൻ പറ, സമയം പോകുന്നു. ശരിയാണ്. ഒരു കൈ വേമ്പുലി, ഇതാണ് അതിന്റെ അവസാനത്തെ മത്സരം. അതെ, അവൻ പറഞ്ഞ പോലെ ചെയ്താലോ, സൂക്ഷിക്കണേ. കല്യാണം വിരുന്ന് പോലും കഴിക്കാതെ കളിയെന്നും പറഞ്ഞ് ഇറങ്ങിയിരിക്കുക. എന്റെ അമ്മ എന്തിനാ അതൊക്കെ ഓർത്ത് ഇങ്ങനെ വിഷമിച്ചോണ്ടിരിക്കുന്നത്? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. പെറ്റ തള്ളെ നോക്കാതാ കളിന്നും പറഞ്ഞ് നടന്നത്. അവന്റെ അപ്പനെ ഇങ്ങനെ വിട്ടതുകൊണ്ടാ ഞാൻ ഈ ഗതിയായത്. പറഞ്ഞില്ലെന്ന് വേണ്ട, നീ എന്നെ ഓർത്തോ. മീര, കല്യാണം കഴിഞ്ഞേ ഉള്ളൂ, നമുക്ക് നോക്കാം. വാട്ട് മാരിയമ്മ, ജ്വലിച്ചു നിൽക്കുകയാണല്ലോ. എന്നേ കണ്ടിട്ട് കാണാത്ത മട്ടിലങ്ങ് പോകുന്നേ. കെട്ടിയോൾ ഇവിടെ ഒരുത്തിയുണ്ട്, അതിനെ കുറിച്ച് വല്ല ഓർമ്മയുണ്ടോ? ഏതു നേരം ഈ ഗുസ്തിയും കൊണ്ട് നടന്നാ മതിയോ? അങ്ങനെ ഒന്നുമില്ലടി, നീനക്ക് വേറെ പണിയൊന്നുമില്ലേ? ലെഫ്റ്റ് ക്രോസ് ചെയ്ത് റൈറ്റ് പഞ്ച് ചെയ്തേ. ചെയ്യേ, അങ്ങനെ മൂക്കിലിട്ട് വരെ കൊടുക്കണം. റൈറ്റ് മിസ് വിട്ട് ആ മിസ്സിങ്ങിന്റെ ഇടയ്ക്ക് എന്റെ മൂക്കടിച്ച് നേർത്തടിയാ അവൻ. ആ അടിക്ക് എന്റെ ബോധം പോയെ, അറിയാവോ? എടാ വേമ്പുലി, നീ എന്തിനാ കിടന്ന് കുതിരയെ പോലെ ചാടുന്നേ? എന്റെ ആഗ്രഹം നീ എങ്ങനെയെങ്കിലും അവനെ ഒന്ന് അടിച്ചിടിച്ച് ഒതുക്കിയേ പറ്റൂ. എടാ വേമ്പുലി, മനസ്സിലായോ? അവനെ അടിക്കണോടാ. കളത്തില് വേമ്പുലി വളരെ മോശമായിട്ടാണ് കളിക്കുന്നത് കേട്ടു. ഈ പോക്ക് പോയാ ആ ചെക്കൻ വേമ്പുലി അടിച്ച് തോപ്പിക്കുന്ന തോന്നുന്നത്. അവനെങ്ങാനും ആ വേമ്പുലിക്കെതിരെ ജയിക്കുകയാണെങ്കിൽ ജയിക്കട്ടാ, അതെങ്ങനെയാണെന്ന് കാണാമല്ലോ.